നിർഭയം ഞാനെന്ന എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ചാനലിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ശ്രുതി എന്ന എൻ്റെ തന്നെ കൂട്ടുകാരിയുടെ ഒരു കഥയാണ്. ഇത് വെറുമൊരു കെട്ടുകഥയല്ല, അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിച്ച അവളുടെ അനുഭവമാണ്. എന്നോട് പങ്കുവച്ചു, ഞാനത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. എല്ലാവരും അറിയണം, ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്നതാണ്, അനുഭവിച്ചു കഴിഞ്ഞതാണ്. ഇനി ഒരു സ്ത്രീകളും ഇതുപോലെ അനുഭവിക്കാൻ പാടില്ല. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരനുഭവമായിരിക്കാം ഇത്. തങ്ങളുടെ സ്വന്തം വീട്ടിൽ പോലും പറയാൻ കഴിയാതെ സമൂഹത്തിന് മുന്നിലേക്ക് ഈ ഒരു ജീവിതകഥ കൊണ്ടുവരാൻ കഴിയാതെ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും. അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിന്ന് ശ്രുതിയുടെ കഥ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇനി നമുക്ക് ആ കഥയിലേക്കല്ല, അവളുടെ ജീവിതത്തിലേക്ക് കടക്കാം. ശ്രുതിയെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് കോളേജിൽ വെച്ചിട്ടാണ്. കോളേജ് ജീവിതം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം തന്നെയാണ് ആ ഒരു കാലഘട്ടം. അതുപോലെ എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവവും അതുപോലെ ഓർമ്മകളും എല്ലാമായിരുന്നു അത്. കോളേജിൽ വെച്ച് ഞാൻ ആദ്യമായി അവളെ പരിചയപ്പെടുമ്പോൾ ഒരു വെറും പാവം പെൺകുട്ടി. പിന്നെ മുന്നോട്ട് അവളെക്കുറിച്ച് കൂടുതൽ അറിയുന്നു. പാവമെന്ന് മാത്രമല്ല, എല്ലാവരോടും ചിരിച്ച മുഖത്തോടു കൂടി സംസാരിക്കുന്ന ഒരു കുട്ടി. എല്ലാവർക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ അവളെ ഇഷ്ടമാവും. അതുപോലെ തന്നെ അവളുടെ സംസാരത്തിലും അത്രയും വിനയവും അതുപോലെ സ്നേഹവും എല്ലാം. ഞങ്ങൾ 4 പേരായിരുന്നു ഒറ്റക്കെട്ട്, 4 സ്വഭാവം. ആരെന്ത് പറഞ്ഞാലും കുറ്റപ്പെടുത്തിയാലും വഴക്കു പറഞ്ഞാലും ഒരു ചെറു പുഞ്ചിരിയോടുകൂടി മാത്രം അതിനെല്ലാം സ്വീകരിച്ച് ഒരു തമാശയോടെ എല്ലാം കളയുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ശ്രുതി. പക്ഷെ ഞങ്ങൾ നേരെ തിരിച്ചായിരുന്നു. വഴക്കാണെങ്കിൽ വഴക്ക്, കുറ്റപ്പെടുത്തുകയാണെങ്കിൽ തിരിച്ചതുപോലെ. പിന്നെ ഒരു പഠിപ്പി, ഒരു വായി നോക്കി, അങ്ങനെ എല്ലാവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ 4 പേരുടെയും സൗഹൃദം. അങ്ങനെ ആ ഒരു സന്തോഷ കാലഘട്ടം 3 വർഷത്തിലേക്ക് എത്തുന്നു. ഒരിക്കലും പിരിയാൻ പറ്റാത്തതെന്നോണം ഒരു സൗഹൃദത്തിൽ എത്തുന്നു ഞങ്ങൾ 4 പേരും. ആ ഒരു കോളേജ് ജീവിതം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ശ്രുതിക്ക് ഒരു വിവാഹാലോചന വരുന്നു. വീട്ടുകാർ എന്തായാലും ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ അവളെ വിവാഹം കഴിപ്പിച്ചു വിടണം എന്നൊരു ആലോചനയിലേക്ക് അവരെത്തുന്നു. അങ്ങനെ ഒരു പയ്യൻ ശ്രുതിയെ പെണ്ണ് കാണാനായിട്ട് എത്തുന്നു. ആദ്യത്തെ പെണ്ണ് കാണല്, ആ ഒരു ചടങ്ങിൽ തന്നെ അവരുടെ വിവാഹം അങ്ങ് ഉറപ്പിക്കുന്നു. പെണ്ണിനും ചെറുക്കനും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടപ്പെട്ടു, അതുപോലെ വീട്ടുകാർക്കും. അങ്ങനെ 2 പേരുടെയും വിവാഹം ഉറപ്പിച്ചു. നിശ്ചയമെല്ലാം കഴിഞ്ഞു. ഈ നിശ്ചയമെല്ലാം കഴിഞ്ഞ ശേഷം ഈ പയ്യൻ ശ്രുതിക്ക് ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ തികച്ചും ഒരു ഭക്തൻ. ആ ഒരു കുളിച്ച് കുറിയും തൊട്ട് അതുപോലെ അമ്പലത്തിൽ നിൽക്കുന്ന ഫോട്ടോസ്, അങ്ങനെ ഒരുപാട് ഫോട്ടോസുകൾ അവൾക്ക് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ അവൾക്ക് ഒത്തിരി സന്തോഷമാവുന്നു. അവൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു പയ്യൻ. അതുപോലെ വീട്ടുകാർക്കും ഇഷ്ടമായി. പിന്നെ അവൾക്ക് എതിർപ്പൊന്നുമില്ല. വീട്ടുകാർക്കും ഇഷ്ടം, അവൾക്കും ഇഷ്ടം, ബന്ധുക്കൾക്കും ഇഷ്ടമായി. അങ്ങനെ ആ ഒരു വിവാഹം മംഗളകരമായിട്ട് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബാക്കി 3 പേരും വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവളുടെ വിവാഹ ചടങ്ങിലെല്ലാം പങ്കെടുത്തു. വളരെ സന്തോഷത്തോടെ പിരിയുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ അവളെ കോണ്ടാക്ട് ചെയ്യുന്നു. പക്ഷെ അവിടെയാണ് ബാക്കി കാര്യങ്ങൾ സംഭവിക്കുന്നത്. ശ്രുതി ഞങ്ങളുടെ ഫോൺ എടുക്കുന്നില്ല. ഞങ്ങൾ എത്ര കോൾ ചെയ്തിട്ടും അറ്റൻഡ് ചെയ്യുന്നില്ല. മെസ്സേജ് ഇടുന്നുണ്ട്, അതിന് റിപ്ലൈ ഇല്ല. അവളെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. ഞങ്ങളുടെ താമസം എന്ന് വെച്ചാൽ അടുത്തടുത്തല്ല, 4 പേരും 4 സ്ഥലങ്ങളിൽ, ഒത്തിരി ദൂരമുണ്ട്. കോളേജ് ജീവിതം അവിടെ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് കോളേജിൽ വെച്ച് കാണാമെന്ന് വിചാരിച്ചാൽ അതും പറ്റില്ലല്ലോ. ഈ ഫോൺ വിളി അത് മാത്രമേ പറ്റൂ. ലാസ്റ്റ് ഞങ്ങൾ അവളെ കാണുന്നത് വിവാഹ ദിവസമാണ്. വിവാഹം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിരിയുന്നു. അതിനുശേഷം അവളെ കോണ്ടാക്ട് ചെയ്യാനേ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അവൾ തിരിച്ചും വിളിക്കുന്നില്ല. ആ ഒരു ടെൻഷനിലായിരുന്നു ഞങ്ങൾ. പിന്നെ ഞങ്ങൾ സ്വയം അങ്ങ് ആശ്വസിക്കാൻ ശ്രമിച്ചു. കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ, ബിസി ആയിരിക്കും, അല്ലെങ്കിൽ ഹണിമൂണിനൊക്കെ പോയി അടിച്ചു പൊളിക്കായിരിക്കും. ആയിക്കോട്ടെ, അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കുമല്ലോ എന്നൊരാശ്വാസം. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു.
മാസങ്ങൾ കഴിഞ്ഞു. അവളുടെ ഒരു അറിവുമില്ല, കോണ്ടാക്റ്റും ഇല്ല. അങ്ങനെ ഇരിക്കെ വീണ്ടും ഒരു വർഷം കഴിഞ്ഞു. ഞാൻ ഒരു ദിവസം കൂടി ഒന്ന് ട്രൈ ചെയ്തു നോക്കി, ഫോൺ എടുത്താലോ എന്നൊരു പ്രതീക്ഷ. ഭാഗ്യവശാൽ അന്ന് അവൾ കോൾ അറ്റൻഡ് ചെയ്തു, ഫോൺ എടുത്തു. ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് അവളുമായിട്ട് സംസാരിക്കുന്നത്. പക്ഷെ ആ ഒരു സംസാരത്തിൽ വല്ലാത്തൊരു മാറ്റം, പഴയ ശ്രുതിയല്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു പഴയ കൂട്ടുകാരിയെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതൊരു അതുപോലൊരു അനുഭവമായിരുന്നു എനിക്ക്. അത്രയും മാറ്റം അവളുടെ സംസാരത്തിലുണ്ടായിരുന്നു. ഞാൻ മുന്നോട്ട് തന്നെ സംസാരിച്ചു, ഒത്തിരി നേരം സംസാരിച്ചു. അങ്ങനെ ആ ദീർഘനേരത്തെ സംസാരത്തിന് ശേഷം അവളുടെ ജീവിത കഥകളെല്ലാം അവൾ എന്നോട് തുറന്നു പറഞ്ഞു. വളരെ ഒരു ഞെട്ടലോടുകൂടിയാണ് ആ ഒരു കഥ ഞാൻ കേട്ടതും ഉൾക്കൊണ്ടതും. ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലായിരുന്നു അവളുടെ ജീവിതമെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തുകൊണ്ടാണ് അവൾ ഞങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്നതെന്നും അന്നാണ് എനിക്ക് മനസ്സിലായത്. അന്ന് അവൾ എല്ലാ കഥകളും എന്നോട് തുറന്നു പറയുന്നു. അവളുടെ ജീവിതം വളരെ പ്രതീക്ഷയോടുകൂടി, ഒത്തിരി സന്തോഷത്തോടുകൂടി വലതുകാലെടുത്ത് വെച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കയറി ചെന്ന അവളുടെ ജീവിതം വളരെ ദുഃഖകരമായിരുന്നു എന്ന് അന്നാണ് ഞാൻ അറിഞ്ഞിരുന്നത്. ആ എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് ആ ഫോട്ടോയൊക്കെ അയച്ചുവിടുന്ന ആ ഒരു സമയത്തുള്ള ആളെ ആയിരുന്നില്ല. അപ്പോൾ ഒരുപാട് അവളടുത്ത് സംസാരിച്ചിട്ടുണ്ട് അവളുടെ ഭർത്താവെന്ന് പറയുന്ന ആള്. ആ ഒരാളെ ആയിരുന്നില്ല കല്യാണത്തിന് ശേഷം അവൾ കണ്ട അവളുടെ ഭർത്താവ്. ഞാനിതിൽ അയാളുടെ പേര് പറയുന്നില്ല. അതിന് കാരണം ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ തന്നെ നിങ്ങളോട് പറയാം. അങ്ങനെ അവൾ വളരെ പ്രതീക്ഷയോടെ, വളരെ സന്തോഷത്തോടു കൂടി വലതുകാലെടുത്ത് വെച്ച് കയറി ചെന്ന അവളുടെ ഭർത്താവിൻ്റെ വീട് സത്യം പറഞ്ഞാൽ അവൾക്കൊരു നരകമായിരുന്നു. ആ ഒരു 7-8 മാസക്കാലം അവളുടെ ഭർത്താവെന്ന് പറയുന്ന ആള് അവൾ സങ്കല്പിച്ച് വെച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഭക്തനെന്ന് വിചാരിച്ച് അവൾ ഒരുപാട് സ്നേഹിച്ചു, നല്ല മനുഷ്യനാണെന്ന് കരുതി. പക്ഷെ തികച്ചും ഒരു മദ്യപാനി. പാതിരാത്രി വീട്ടിൽ കയറി വരും. വീട്ടിൽ കയറി വന്ന ശേഷം അവളോട് ഒരിറ്റ സ്നേഹമോ സഹതാപമോ ഒന്നും അയാൾക്കുണ്ടായിരുന്നില്ല. ഒരു ഭാര്യ എന്ന പരിഗണന പോലും ഉണ്ടായിരുന്നില്ല. ശാരീരികമായിട്ട് അവളെ ഉപദ്രവിക്കും, അതുപോരാഞ്ഞിട്ട് മാനസികമായിട്ട്. അവളുടെ പോരായ്മകൾ എടുത്തു പറഞ്ഞ് അയാളുടെ വീട്ടുകാരുടെ മുന്നിൽ പോലും അവളെ അപമാനിക്കുകയും കുറ്റപ്പെടുത്തുകയും എന്നുള്ളത് അയാളുടെ ഒരു ഹോബിയായി മാറി. ഉപദ്രവം എന്ന് പറഞ്ഞാൽ അത് എല്ലാ രീതിയിലും എന്നും അവൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു. ഓരോ പെണ്ണും വളരെ സന്തോഷത്തോടുകൂടി ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുന്നത് കാത്തിരിക്കുന്ന ആ ഒരു സമയത്ത് ശ്രുതി, ഭർത്താവ് ഒരു ദിവസം വന്നില്ലെങ്കിൽ അത്രയും സമാധാനത്തോടെ കിടന്നുറങ്ങാം എന്ന് സങ്കല്പിച്ച് കിടന്നിരുന്ന അവള്. ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ. ഉറങ്ങാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം അത്രയേറെ അവളുടെ ശരീരം ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു, വേദനകൾ ഏറ്റുവാങ്ങിയിരുന്നു. ആ ഒരു വേദനയോടെ എല്ലാ രാത്രിയിലും അവൾ കിടക്കുമ്പോൾ എങ്ങനെ ഉറങ്ങാനാണ്? അവൾ അനുഭവിച്ച ആ ഒരു വേദനകള് എനിക്ക് ഫുള്ളായിട്ട് ഇവിടെ തുറന്നു പറയാൻ കഴിയില്ല. കാരണം ഈ ഒരു കഥ അവളും കേൾക്കേണ്ടതാണ്. പഴയ ഓർമ്മകളിലേക്ക് പോകും. അത് തീവ്രമായിട്ട് പഴയ ഓർമ്മകളിലേക്ക് അവൾ പോവാൻ പാടില്ല. അതുകൊണ്ട് ഒരു പരിധിവരെ മാത്രമേ ഞാനിതിൽ പറയുന്നുള്ളൂ. ഈ ഭർത്താവ് എന്ത് ചെയ്താലും അയാളുടെ വീട്ടുകാർ അയാൾക്ക് സപ്പോർട്ടാണ്. ഭാര്യയെ തല്ലുന്നത് കണ്ടാലും ഒന്നും കൂടി കൊടുത്തോ എന്നുള്ളതായിരുന്നു അയാളുടെ അമ്മയുടെ അഭിപ്രായം. കാരണം സ്ത്രീധനം കുറഞ്ഞുപോയി. കല്യാണത്തിന് മുന്നേയും ഇതെല്ലാം പറഞ്ഞുറപ്പിച്ച് നടത്തിയ ഒരു വിവാഹമാണത്. എന്നിട്ടും അതിനുശേഷം സ്ത്രീധനം കുറഞ്ഞുപോയി എന്ന പേരിൽ അമ്മായി അവളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. ഒരു നേരം ഒന്ന് സമാധാനത്തോടു കൂടി ആഹാരം കഴിക്കാനോ അതുപോലെ തന്നെ ഒന്ന് സന്തോഷത്തോടെ ഒന്ന് പുറത്തേക്ക് പോകാനോ ഒന്നിനും അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. സിനിമയ്ക്ക് പോകാനും അതുപോലെ പാർക്കിലൊക്കെ പോകാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കുട്ടിയായിരുന്നു അവൾ. പക്ഷേ വിവാഹത്തിന് ശേഷം അതൊന്നും അവൾക്ക് കഴിഞ്ഞിട്ടില്ല. അവളുടെ ഭർത്താവ് ഒരു ദിവസം പോലും അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നതാണ് സത്യം. കല്യാണത്തിന് മുന്നേ
ഓരോ കാര്യങ്ങൾ ഞങ്ങളോട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് പോകണം, ഇവിടെയൊക്കെ പോകണം, സിനിമ കാണാൻ പോകണം, അങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങളുള്ള കുട്ടിയായിരുന്നു. പക്ഷെ അതൊക്കെ ഈ വെള്ളത്തിൽ വരച്ച വരയില്ലേ, അതുപോലെ അങ്ങ് പോയി. ഒരാഗ്രഹവും സാധിക്കാൻ കഴിയാതെ ഈ കൂട്ടിലടച്ച കിളിയെപ്പോലെ അവൾ ആ വീട്ടിൽ വീർപ്പ് മുട്ടി കഴിഞ്ഞു. അവളുടെ ഈ ഒരു സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ അവളുടെ സ്വന്തം വീട്ടിൽ പോലും അറിയിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. കാരണം അവൾക്ക് ഫോൺ ചെയ്യുന്നതിൽ വരെ നിയന്ത്രണങ്ങളായിരുന്നു. അവളുടെ സ്വന്തം വീട്ടിലേക്ക് അവൾക്ക് വിളിക്കണമെങ്കിൽ പോലും അവളുടെ ഭർത്താവിന്റെ അനുവാദം വേണം. അതായിരുന്നു അവളുടെ അവസ്ഥ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പെട്ടെന്ന് അവള് എന്തോ ഒരു അസ്വസ്ഥത കാരണം ബോധം കെട്ട് വീഴുന്നു. എന്നിട്ട് പോലും അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവിടെയുള്ളവർ കൂട്ടാക്കിയിട്ടില്ല. ഒത്തിരി നേരം അവൾ അവിടെ കിടന്നു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അവളുടെ അച്ഛനും അമ്മയും ആ ഒരു സമയത്ത് അവിടേക്ക് എത്തുന്നു. മകളുടെ ഈ ഒരു അവസ്ഥ കണ്ട് അന്തം വിട്ട് അച്ഛനും അമ്മയും എന്താണെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാതെ എന്തായാലും പെട്ടെന്ന് അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അവിടെ വെച്ച് അവളുടെ പരിശോധനയെല്ലാം കഴിഞ്ഞു. അതിനുശേഷം ആ ഡോക്ടറിൽ നിന്ന് തന്നെയാണ് അവളുടെ സ്വന്തം അമ്മ കാര്യങ്ങളെല്ലാം അറിയുന്നത്. അവള് ശാരീരികപരമായിട്ട് വളരെ വീക്കാണ്. അത്രത്തോളം ഉപദ്രവം ആ ശരീരം ഈ ഒരു പ്രായത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ അവൾ ഏറ്റുവാങ്ങി കഴിഞ്ഞു. ഇനി ആ ഒരു ശരീരം ഒന്ന് ഓക്കെ ആയി വരണമെങ്കിൽ, പഴയതുപോലെ റിക്കവറായി വരണമെങ്കിൽ ഏകദേശം ഒരു 2 വർഷമെങ്കിലും വേണം. അത്രത്തോളം ആ കുട്ടി അനുഭവിച്ചു കഴിഞ്ഞുവെന്ന് സ്വന്തം അമ്മ ഡോക്ടറിൽ നിന്നും അറിയുന്നു. ആ അമ്മയ്ക്ക് ഇതെങ്ങനെ ഉൾക്കൊള്ളണമെന്നറിയാത്ത ഒരവസ്ഥയായിരുന്നു. കാരണം സ്വന്തം മകള് ഭർത്താവിന്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് എന്ന പ്രതീക്ഷയിലായിരുന്നു അവര് കഴിഞ്ഞിരുന്നത്. ഏക മകളാണ്. എല്ലാ മാതാപിതാക്കളെ പോലെയും വളരെ പ്രതീക്ഷയോടുകൂടി അവരും അവളെ വിവാഹം കഴിപ്പിച്ച് വിട്ടതല്ലേ. എന്ത് ചെയ്യാൻ, വളരെ ഞെട്ടലോടുകൂടിയാണ് ആ ഒരു സത്യം അവർ തിരിച്ചറിഞ്ഞതും സ്വീകരിച്ചതും. പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അവളെ വിടാനായിട്ട് അവർക്കൊരു മനസ്സുണ്ടായിരുന്നില്ല. അവസാനം എന്തായാലും അമ്മയും അച്ഛനും കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇനി ആ വീട്ടിലേക്ക് എനിക്ക് പറ്റില്ല എന്ന് അവൾ അവിടെ വെച്ച് ധൈര്യപൂർവ്വം പറയുന്നു. ഈ ഒരു ധൈര്യം ശ്രുതി ഇതിനു മുന്നേ കാണിക്കേണ്ടതായിരുന്നു. പക്ഷെ അവൾക്ക് കഴിഞ്ഞില്ല, അതാണ് സത്യം. അങ്ങനെ അവൾ തിരികെ അവളുടെ വീട്ടിലേക്ക് എത്തുന്നു. ഡിവോഴ്സിനെല്ലാം അപ്ലൈ ചെയ്തു. ഭർത്താവിന് ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. സന്തോഷപൂർവ്വം അയാളത് സ്വീകരിച്ചു. കാരണം ആ പെൺകുട്ടിയെ എത്രത്തോളം ഉപയോഗിക്കാം അത്രത്തോളം ആ നരാധമൻ ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനി അവളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നതായിരിക്കും അവന്റെ ചിന്ത. എന്തോ ആയിക്കോട്ടെ, അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നൊരു സമാധാനം, അത്ര തന്നെ. അത് കഴിഞ്ഞ് അവൾ സ്വന്തം വീട്ടിലേക്ക് എത്തുന്നു. പിന്നെയും അവളുടെ പഴയതുപോലൊരു ജീവിതം അവൾ ആഗ്രഹിച്ച് വീണ്ടും മുന്നോട്ട് പോകുന്നു. വിധി അവിടെയും വിട്ടില്ല. അതിനുശേഷമാണ് അവളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടായത്. അവള് സ്ലീപ്പ് പാരലൈസസ് എന്നൊരവസ്ഥയിലേക്ക്, ആ ഒരു ഭയാനകമായ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. ഈ ഒരു സിറ്റുവേഷൻ അത് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ഭയാനകത മനസ്സിലാവുകയുള്ളൂ. അവളൊന്ന് ഉറങ്ങാൻ കിടന്നാല് അവളുടെ മുകളിൽ ഒരു ഭീകരമായ രൂപം വന്ന് നിൽക്കുന്നു. അവൾ ഞെട്ടി ഉണരുന്നു. ഒരു അലർച്ചയോടുകൂടി പെട്ടെന്ന് അവിടെ ബോധം കെട്ട് വീഴുന്നു. പിന്നെ അവൾക്ക് ഒന്നും അറിയാൻ കഴിയില്ല. ആ ഒരു രൂപം കണ്ട് പേടിച്ച് പല ദിവസങ്ങളിൽ അവൾ ഇതുപോലെ വീണിട്ടുണ്ട്. ഒന്ന് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്നാല് അവളുടെ അടുത്ത ആ രൂപം ശ്രുതി എന്ന് വിളിക്കുന്നു. ആ ശബ്ദം അവൾക്ക് കേൾക്കാം. അതുപോലെ തന്നെ ആ രൂപം, ആ ഭയാനകമായ രൂപം നന്നായിട്ട് അവൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണെന്നറിയാതെ അവളെ കൊല്ലാൻ വരുന്നത് പോലെ ഒരു രൂപം. പെട്ടെന്ന് അവള് ബോധം പോകുന്നു. ഇത് തന്നെയാണ് മുന്നോട്ട് കുറേ ദിവസങ്ങളിൽ അവൾ അനുഭവിച്ച ആ ഒരവസ്ഥ. ഒന്ന് ബാത്റൂമിൽ പോകാമെന്ന് വെച്ചാൽ അവിടെയും ആ രൂപം, അവിടെയും ഒരലർച്ചയോടുകൂടി അവള് ബോധം കെട്ട് വീഴുന്നു. എവിടെ തിരിഞ്ഞാലും ഈ ഒരു രൂപം. എവിടേക്ക് പോയാലും ആരോ അവളെ പിന്തുടരുന്നത് പോലെ ഒരു തോന്നൽ. ആ രൂപം അവളുടെ പുറകെ ഉണ്ട് എന്നൊരു തോന്നൽ. അത് അവളുടെ മനസ്സിൽ ഉറച്ചുപോയി. ആ ഒരു അവസ്ഥയിലേക്ക് അവളെ കൊണ്ടെത്തിച്ചത് അവളുടെ ആ പഴയ ജീവിതം തന്നെയാണ്. അവൾ ഉറങ്ങാൻ കിടന്നാൽ ആ രൂപം അവളെ വരിഞ്ഞു മുറുകുന്നു. അവൾ വല്ലാതെ അസ്വസ്ഥയാകുന്നു. ഇതൊക്കെയായിരുന്നു ആ കുട്ടി അനുഭവിച്ചത്. അങ്ങനെ
ഈ ഒരു അവസ്ഥ എന്താണെന്നറിയാതെ അതറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവളുടെ അമ്മയും അച്ഛനും അവളെ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും കൊണ്ടുപോകുന്നു. അവിടെ വെച്ചിട്ട് തന്നെയാണ് ബാക്കി കാര്യങ്ങളും അറിയുന്നത്. ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ, അവളുടെ മനസ്സിലെ ആ ഒരു പേടി, ഭയം, ഇതെല്ലാമാണ് അവളെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇനി ഈ അവസ്ഥയിൽ നിന്നും അവൾ മാറണമെങ്കിൽ അവൾ മാത്രം ശ്രമിച്ചാൽ പോരാ, അവളുടെ കൂടെയുള്ളവരും നന്നായിട്ട് ശ്രമിക്കണം. അവൾക്ക് സന്തോഷം കൊടുക്കണം. അത്രത്തോളം ആ കുട്ടി അനുഭവിച്ചു കഴിഞ്ഞില്ലേ, അതുകൊണ്ട് ഇനിയെങ്കിലും അവളൊന്ന് സന്തോഷിക്കട്ടെ. എല്ലാവരും ഒത്തുനിന്നു. 1-2 കൗൺസിലിങ്ങിലൂടെ അവളുടെ മനസ്സ് ഏകദേശം ഒന്ന് ഓക്കെ ആക്കി എടുത്തു. അങ്ങനെ ട്രീറ്റ്മെന്റിലൂടെയും ബന്ധുക്കളുടെയും അവളുടെ വീട്ടുകാരുടെയും സപ്പോർട്ടിലൂടെയും ശ്രുതി മാറി. അവളുടെ ആ ഭയവും അവളുടെ മനസ്സിലുള്ള ആ ഭീകരമായ രൂപവും പതുക്കെ പതുക്കെ അവളിൽ നിന്നും അകന്നു തുടങ്ങി. പഴയ ജീവിതവും ആ അനുഭവങ്ങളും എല്ലാം പതുക്കെ പതുക്കെ ശ്രുതി മറന്നു തുടങ്ങി. പുതിയൊരു ജീവിതത്തിലേക്ക് കാലുവെക്കാൻ തുടങ്ങി. ഇനി അവളുടെ ചിന്ത എന്ന് പറയുന്നത്, അവളുടെ ലക്ഷ്യം ഒരു ജോലി, സ്വന്തം കാലിൽ നിൽക്കണം, അത് മാത്രം മതി. ഇനി ഒരു വിവാഹത്തെക്കുറിച്ച് അവൾ ചിന്തിക്കുന്നതേയില്ല. അങ്ങനെ അവളുടെ മനസ്സിനെ അവൾ ദൃഢപ്പെടുത്തി. അങ്ങനെ അവൾ പഠിക്കാനായിട്ട് ഇറങ്ങുന്നു. അതുപോലെ തന്നെ കുറച്ചു നാളത്തെ പഠനത്തിന് ശേഷം ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് കയറുന്നു. അവിടുത്തെ ഹെഡായിട്ട് പ്രൊമോഷൻ കിട്ടുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി. 1-2 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴവള് ഒരു ബിസിനസ്സുകാരിയാണ്. വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്ന, ഒരുപാട് പേരെ മുന്നോട്ട് നയിക്കുന്ന ഒരു ബിസിനസ്സുകാരിയാണ് ഇന്ന് ശ്രുതി. അതാണ് വേണ്ടത്. ഒരു പെണ്ണിന്റെയും ജീവിതം ഒരു മുഴം കയറിലോ അല്ലെങ്കിൽ കുറച്ച് വിഷത്തിലോ തീരേണ്ടതല്ല. സ്ത്രീ എന്ന് പറയുന്നത് അവൾ അമ്മയാണ്, സഹോദരിയാണ്, അതേസമയം ഭാര്യയാണ്, സുഹൃത്താണ്. പുരുഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സ്ത്രീയും. നമ്മുടെ സമൂഹത്തിൽ പുരുഷൻ എത്രത്തോളം സ്ഥാനമുണ്ടോ അതേ സ്ഥാനം തന്നെയാണ് ഒരു സ്ത്രീക്കും. ഒരു പടി മുകളിലാണെങ്കിലേ ഉള്ളൂ അമ്മയാകുമ്പോൾ. ഇന്നത്തെ മാതാപിതാക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, തങ്ങളുടെ മകളെ കെട്ടിച്ചു വിടുമ്പോൾ അവിടെ സ്ത്രീധനത്തിനല്ല പ്രാധാന്യം നൽകേണ്ടത്. ഭർത്തൃ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും തിരിച്ച് ഞങ്ങളുണ്ടാകും, ഏതൊരവസ്ഥയിലും ഞങ്ങളുണ്ടാകും എന്നൊരു വാക്കാണ് ആ മകൾക്ക് വേണ്ടത്. അല്ലെങ്കിൽ സമൂഹം എന്ത് കരുതും, അല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്ന് നിന്നാൽ ബന്ധുക്കൾ എന്ത് പറയും എന്നൊരു നാണക്കേടിലല്ല മകളെ വളർത്തേണ്ടത്. അതുമല്ലെങ്കിൽ ഭർത്തൃ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി, ഇതുപോലുള്ള പീഡനങ്ങളൊക്കെ ഉണ്ടായി മാതാപിതാക്കളെ അറിയിക്കുമ്പോൾ ഒന്ന് പിടിച്ചു നിൽക്ക്, ജീവിതമല്ലേ എന്ന ഉപദേശമല്ല അവിടെ വേണ്ടത്. ആ ഉപദേശത്തിലാണ് പല ജീവനും ഇന്ന് പൊലിഞ്ഞിട്ടുള്ളത്. വിസ്മയ, ആ കുട്ടി തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണമല്ലേ. എല്ലാം അവസാനിച്ചതിന് ശേഷം അവളുടെ കൂടെ നിന്നിട്ട് കാര്യമില്ല, പിന്നീട് അവൾക്ക് വേണ്ടി പോരാടിയിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൾക്ക് വേണ്ടി ഇറങ്ങണം, അവൾക്ക് വേണ്ടി പോരാടണം. അതാണ് ഇന്നത്തെ സമൂഹം അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ എല്ലാ പുരുഷന്മാരും തെറ്റുകാരാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഭാര്യയെ ജീവന് തുല്യം സ്നേഹിക്കുന്നവരുണ്ട്, എല്ലാ സംരക്ഷണവും കൊടുക്കുന്നവരുണ്ട്. അവരോട് ഒരു എതിർപ്പുമില്ല. നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള ഈ ഒരു പോരാട്ടത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും എനിക്ക് വേണം. അതുപോലെ ഈ കഥയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ശ്രുതിയുടെ ഭർത്താവിന്റെ പേര് പറയുന്നില്ല എന്ന്. അതിന് കാരണം ഇതാണ്. അയാൾ വിവാഹം കഴിച്ച് ഭാര്യയുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. സന്തോഷമാണോ ദുഃഖമാണോ അതൊന്നും അറിയില്ല. എന്തായാലും അയാളുടെ ജീവിതത്തിൽ ഒരു ഇരയും കൂടി എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ പേര് പറഞ്ഞാൽ അതൊരു മോശമല്ലേ. ആ പെൺകുട്ടിയുടെ വീട്ടുകാർ അല്ലെങ്കിൽ ആ പെൺകുട്ടി അതറിയുന്നത് അത് വല്ലാത്തൊരു വേദനയല്ലേ. ശ്രുതിയെപ്പോലൊരു പെൺകുട്ടി ആയിരിക്കില്ലേ അവളും. അതുകൊണ്ടാണ് അയാളുടെ പേര് ഇവിടെ വെളിപ്പെടുത്താതിരുന്നത്. ഇതുപോലുള്ള ജീവിത കഥകൾ ഇനിയും സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു കഥ എത്തിക്കുക. അതുപോലെ നിങ്ങൾക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഇതുപോലൊരു അനുഭവം ഉണ്ടെങ്കിൽ അത് ഇതുപോലെ സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നോട് പറയാവുന്നതാണ്. ഇതുപോലെ ഓരോ കഥയും ഓരോ സമൂഹവും അറിയട്ടെ, അറിഞ്ഞ് എല്ലാവരിലും
ഒരു മാറ്റമുണ്ടാകട്ടെ. നമ്മുടെ പുതിയൊരു തലമുറയ്ക്ക് വേണ്ടി എല്ലാവർക്കും കൈകോർക്കാം. നമുക്കിനി അടുത്തൊരു ജീവിതകഥയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും വിട.